നമസ്കാരം. നമുക്ക് വാസ്തു സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കാം. രാജധാനി ഫിനിഷ് സ്കൂളിന്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വാസ്തുവിഷന്റെ ആപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വാസ്തുവിഷൻ ആപ്പ് ഓൺ ചെയ്ത് കഴിയുമ്പോൾ അതിലെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷോ മലയാളമോ വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്കിപ്പോ മലയാളമാണ് വേണ്ടത് എങ്കിൽ ഇവിടെ മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ മതിയാവും. അപ്പൊ നമുക്ക് ആ ഭാഷയിലുള്ള ഇത് കിട്ടുന്നതായി. നെക്സ്റ്റ് വാസ്തുവിഷൻ എന്നുള്ളതിൽ വാസ്തുവിഷൻ ഗണിതം എന്നുള്ള ഭാഗം എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വാസ്തു ഗണിതം എന്നുള്ള ഭാഗം നമുക്ക് തുറക്കുമ്പോൾ ഇതുപോലൊരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നീളം എന്ന് പറയുന്ന ലെങ്ത് അത് എപ്പോഴും മീറ്റർ ആയിരിക്കണം, വീതി എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കണം. അപ്പൊ ഞാനിപ്പോ ഇവിടെ എൻ്റർ ചെയ്യുന്നത് 10 മീറ്റർ എന്നും ഇപ്പുറത്ത് 10.35 എന്നുമാണ് ഞാൻ കൊടുക്കുന്നത്. 10.35 10 മീറ്ററും 35 സെന്റിമീറ്ററും എന്നാണ് എന്റെ കയ്യിലുള്ള ഒരു പ്ലാനിന്റെ അളവ്. അപ്പൊ ഈ അളവിലുള്ള പ്ലാൻ എങ്ങനെയാണ് അതിന്റെ ഫലം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ശരിക്കും ഇത് മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറയുന്ന ഗ്രന്ഥപ്രകാരമാണ് ഈ കാര്യങ്ങൾ കൈകാര്യം നോക്കുന്നത്. അതേ പഴയകാലത്തെ ക്ഷേത്രങ്ങളായാലും അതുപോലെ തറവാടുകളും അതുമെല്ലാം നിർമ്മിച്ചിരുന്നത് കണക്കൊത്ത വീടുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ കണക്ക് നോക്കിയിട്ടാണ് വീടുകൾ ചെയ്തിരുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ പ്ലാൻ കണക്കിൻ പ്രകാരം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പരിശോധിക്കുകയാണ് ഇവിടെ നോക്കുന്നത്. അപ്പൊ ഇവിടെ ശരിയാണോ പരിശോധന എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് കാണാൻ കഴിയും ഈ അളവുകൾ വാസ്തുപ്രകാരം ശരിയല്ല, അടുത്ത അളവുകൾ സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ കൊടുത്ത അളവ് വാസ്തുപ്രകാരം പെർഫെക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഈ സോഫ്റ്റ്വെയർ തന്നെ നമുക്ക് ഈ നമ്മൾ കൊടുത്ത അളവിനെ കൈക്കണക്ക് പട്ടിക എന്ന് പറയുന്ന ടേബിൾ, അതായത് മനുഷ്യാലയ ചന്ദ്രികയിൽ പറയുന്ന രീതിയിൽ അളവുകൾ എടുക്കേണ്ടതിന് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിലുള്ള അളവിലേക്ക് ഇതിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ടേബിളിലേക്കുള്ള നിയറസ്റ്റ് ആയുള്ള അളവിലേക്ക് മാറ്റട്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നു നമ്മൾ കൊടുത്ത അളവിനെ വേറൊരു അളവിലേക്ക് മാറ്റി 56 വിരൽ എന്ന് പറയുന്ന ഒരു അളവിലേക്ക് മാറ്റി. ഇതിന്റെ ദിക്ക് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ദിക്ക് 1 എന്ന് പറയുമ്പോൾ പടിഞ്ഞാറ് ദർശനം ആയിട്ടുള്ള വീട് എന്നാണ്. അപ്പൊ ഈ പടിഞ്ഞാറ് ദർശനമായ വീട് നമുക്ക് ഏത് ദിക്ക് നോക്കി ചെയ്യാമെന്ന് മനുഷ്യാലയ ചന്ദ്രിക പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീടിനെ നമുക്ക് വടക്കോട്ടോ തെക്കോട്ടോ കിഴക്കോട്ടോ നോക്കി വെക്കാവുന്നതാണ് ഈ അളവിലുള്ള. ഇനി വരവ് 6.16 വിരൽ എന്നും ചെലവ് 1 എന്നും. അപ്പൊ 6.16 വരവുള്ളപ്പോൾ 1 ചെലവുള്ളൂ. അതുകൊണ്ട് ഇത് നല്ലതാണെന്ന് പറയാം. ഇനി വേദ നക്ഷത്രം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആയില്യം നക്ഷത്രം എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വീട് അത്ര നല്ലതല്ല. വയസ്സ് ബാല്യമാണ്. മനുഷ്യാലയ ചന്ദ്രികയിൽ പറയുന്നത് കൗമാരത്തിലോ യൗവനത്തിലോ വീട് വെക്കണം എന്നാണ്. ബാല്യത്തിൽ എന്ന് പറയുമ്പോൾ കൗമാരത്തോട് അടുത്ത ബാല്യവും അതുപോലെ തന്നെ യൗവനത്തോട് അടുത്ത വാർദ്ധക്യവും പലപ്പോഴും എടുക്കാറുണ്ട്. അതറിയുന്നതിന് ഇതിനോടൊപ്പം തന്നെ കൈക്കണക്ക് പട്ടിക എന്ന് പറയുന്ന ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് ഇതിന്റെ അടുത്ത അളവാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് അംശക്രമം സമതതാവസ്ഥ. അംശക്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമതതകം, പാദാധികം, അർത്ഥാധികം, പാദോനം എന്നിങ്ങനെ ഇതിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശക്രമത്തെ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു വാഴയുടെ ഇല നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ നീളവും വീതിയും തമ്മിലൊരു പ്രപ്പോർഷൻ. അതുപോലെ തന്നെ നമുക്കൊരു മാവിന്റെ ഇല നോക്കിയാലും അതിന്റെ നീളവും വീതിയും തമ്മിൽ ഒരു പ്രപ്പോർഷൻ ഉണ്ടാവും. അപ്പൊ ഇവ വലിപ്പം കൂടിയാലും കുറഞ്ഞാലും അവയ്ക്ക് ഒരു പ്രത്യേക അനുപാതമാണ്. ഇതുപോലെ ഇവിടെ നമ്മളൊരു ഗൃഹനിർമ്മാണം നടത്തുന്ന സമയത്തും അല്ലെങ്കിൽ ഒരു വീടിന്റെയോ അല്ലെങ്കിൽ എന്ത് നിർമ്മാണം നടത്തുന്ന സമയത്തും അവയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് മനുഷ്യാലയ ചന്ദ്രിക പറയുന്നത്. അപ്പൊ ഇതിൽ സമതലത്തിലുള്ളതും പാദാധികത്തിലുള്ളതും അർത്ഥാധികത്തിലുള്ളതും എടുക്കാം. പാദോനം എന്ന് പറയുന്ന അളവ് നമ്മൾ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കുന്നത് നിത്യദാരിദ്ര്യവും ദുരിതത്തെയും ചെയ്യുമെന്ന് മനുഷ്യാലയ ചന്ദ്രിക പറയും. ഇനി ഫലം ഉത്തമമാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഈ വീടിന്റെ അളവ് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഇപ്പൊ ഇത് നിയറസ്റ്റ് ആയിട്ടുള്ള അളവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെർഫെക്റ്റ് ആയുള്ള അളവ് കിട്ടുന്നതിലേക്കായിട്ട് നമ്മൾ പരിഹാരം എന്ന് പറയുന്നതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലെങ്ത് 10.02 എന്നും വീതി 10.26 എന്നും ആയി മാറും. നമ്മൾ നേരത്തെ കൊടുത്ത അളവിനെ ഈ സോഫ്റ്റ്വെയർ തന്നെ കൺവെർട്ട് ചെയ്ത് ഈ അളവിലേക്ക് മാറ്റിയതാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക്
ഒരു അളവ് എടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ഇതിന്റെ അളവിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ സാധിക്കും. അത് എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ പറ്റുന്ന അളവിലേക്ക് വരും. കൂടിയ അളവോ അല്ലെങ്കിൽ നമുക്ക് കുറഞ്ഞ അളവോ എടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു കൂടിയ അളവ് ഏറ്റെടുക്കുകയാണ്. 10.98 എടുത്തു. അപ്പൊ ഉടനെ തന്നെ ഇവിടെ അതിന്റെ ഫലവും വന്നിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് ഓരോ അളവുകളെയും നമുക്ക് ഇഷ്ടമായ അളവുകൾ നമുക്ക് എടുക്കാം. അതിലൂടെ ഈ അളവുകളുടെ വ്യത്യാസത്തെ മനസ്സിലാക്കാം. അതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്ലോട്ട് ഇപ്പോൾ വലിയ പ്ലോട്ട് ആണെങ്കിൽ നമുക്ക് കൂടിയ അളവ് എടുക്കാം. അതല്ല ചെറിയ പ്ലോട്ട് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെറിയ അളവ് എടുത്തുകൊണ്ട് നമുക്ക് അതിനെ ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. അപ്പൊ ഇതിന് ഏത് അളവ് എടുത്തുകൊണ്ട് നമുക്ക് അപ്പോൾ തന്നെ ഇതിന്റെ റിസൾട്ട് കാണുവാനും സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വാസ്തുസ്ഥാനത്തെ കുറിച്ച് നോക്കാം. എന്താണ് വാസ്തുസ്ഥാനം? കിടപ്പുമുറിയുടെ സ്ഥാനങ്ങള്, അതുപോലെ തന്നെ പൂജാമുറിയുടെ സ്ഥാനങ്ങള്, ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും നമുക്ക് ഇവിടുന്ന് എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത പൂജാമുറിയുടെ സ്ഥാനം, അതുപോലെ തന്നെ അടുക്കള, അതിന് വീഡിയോയും ഇമേജും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ വേണമെന്നുള്ളവർക്ക് വീഡിയോ എടുക്കാം, ഇമേജ് വേണമെന്നുള്ളവർക്ക് ഇമേജ് എടുക്കാം. അടുത്തത് സെപ്റ്റിക് ടാങ്ക് ആണ്. സെപ്റ്റിക് ടാങ്കിനെ കുറിച്ച് മനുഷ്യാലയ ചന്ദ്രികയിലൊന്നും പറയുന്നില്ല, എങ്കിലും നമുക്ക് ഇത് ഏറ്റവും ദോഷം കുറഞ്ഞ സ്ഥാനം എന്നുള്ള നിലയിൽ ഇവിടെ എടുക്കുന്നതാണ്. അടുത്ത കിണറുകളുടെ സ്ഥാനത്തെ കുറിച്ചാണ്. കിണറുകളുടെ സ്ഥാനത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മൊത്തം നമ്മുടെ പ്ലോട്ടിന്റെ വീതിയെ 4ആയി ഭാഗിച്ചിട്ട്, ഇപ്പൊ നമുക്കൊരു 20 മീറ്റർ ഉണ്ടെങ്കിൽ അതിന് 4ആയി ഭാഗിക്കുമ്പോൾ 5 മീറ്റർ വരും. ഈ കിഴക്ക് വശത്തായിട്ടുള്ള 5 മീറ്ററിന്റെ ഭാഗങ്ങളിൽ നമുക്ക് കിണർ കുഴിക്കാം. അതുപോലെ വടക്ക് വശത്ത് 5 മീറ്ററിന്റെ ഭാഗങ്ങളിൽ നമുക്ക് കിണർ കുഴിക്കാവുന്നതാണ്. ഇനി ഞാൻ അടുത്ത് കൊടുത്തേക്കുന്ന വാസ്തു ക്ലാസ് ആണ്. വാസ്തുപരമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ യൂട്യൂബ് വീഡിയോസ് അതിൽ കിടപ്പുണ്ട്, അത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി കൈക്കണക്ക പട്ടിക എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ടേബിൾ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് നമുക്ക് ഇതിന്റെ അളവുകൾ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വാസ്തുവിന്റെ പുസ്തകം കൊടുത്തിട്ടുണ്ട്. മനുഷ്യാലയ ചന്ദ്രിക, തന്ത്രസമുച്ചയം, ശില്പരത്നം, ഇതുപോലുള്ള ഗ്രന്ഥങ്ങളെ അധികരിച്ചിട്ട് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയും അല്ലാതുള്ളവരെയൊക്കെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇതുപോലെ വാസ്തുപ്രകാരമുള്ള നിർമ്മാണത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചുമുള്ള വീഡിയോസും ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം, നന്ദി.